ഇന്നൊരു വാർപ്പായിരുന്നു കേട്ടോ. റെയിൽവേ കോളനിയിലാണ് സ്ഥലം. പണിയൊക്കെ തലേ ദിവസമൊക്കെ കഴിഞ്ഞുണ്ടായിരുന്നു. രാവിലെ വന്ന് കുറച്ച് ചില്ലറ പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു ഓട്ടയൊക്കെ അടച്ചു പണി സെറ്റാക്കി. വയറിങ്ങരൊക്കെ വന്ന് വയറിങ്ങൊക്കെ ചെയ്ത് പോയി. രാവിലെ തലേന്ന് ചെയ്ത മഴേൻ്റെ ചെറിയ ഇതാണ് കാണുന്നത്. ഇന്നലെ മോക്കെ നനച്ചു. പണി തുടങ്ങാനുള്ള സ്റ്റാർട്ടിങ് ആയി. 10 മണിയായി പണി തുടങ്ങുമ്പോൾ. വീടിൻ്റെ ഓണറാണ് ചട്ടി. ഇപ്പോൾ അതുപോലെ തന്നെ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഒരു ചട്ടി ഞങ്ങൾ വീടിൻ്റെ ഓണർ കൊണ്ടാണ് കൊട്ടിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരേ സ്പീഡ് ഒരു ഏകദേശം 1-2 മണിയാകുമ്പോൾ പണി കഴിയുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. 10-50 ചാക്കിൻ്റെ പണിയാണ്. ലോൺ വീടാണ്. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും. കുറച്ച് എടുക്കുന്നുള്ളൂ. പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പീഡാണ് കേട്ടോ. ഒരു 7-8 ആൾ വന്നിട്ടുണ്ടായിരുന്നു കോൺക്രീറ്റുകാർ. ഞാൻ വൈബ്രേറ്ററൊക്കെ ഇട്ട് നല്ല പാക്കിംഗ് ആക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടിച്ച് ഒന്ന് സെറ്റാക്കും. പിന്നെ മേലെ മറ്റേക്ക് ഇട്ട് നന്നായി കൂളിംഗ് ആക്കി ലെവലൊക്കെ നല്ല പക്ക ലെവലാക്കി വെക്കും. അതാണ് ഞങ്ങളുടെ പണി. വിഷുവിൻ്റെ തലേ ദിവസമൊക്കെ അല്ലേ, എന്നാണ് ഞാൻ കൈനീട്ടമൊക്കെ വാങ്ങിയിട്ട് പോകാൻ പറഞ്ഞിട്ടാണ് തന്നെ വെച്ചത് വാർപ്പ്. നാളേക്ക് പണി ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞതാ. തട്ടൊക്കെ നല്ല അടിപൊളി നല്ല വെള്ളത്തിൽ നിർത്തിയിട്ടുണ്ട്. അൾട്രാടെക്കാണ് സിമെൻറ്റ് എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കൈനീട്ടമൊക്കെ കിട്ടി. വീടിൻ്റെ ഓണറിൻ്റെ വക വീട്ടിൽ എൻ്റെ മകനെ ചെറിയ കൈനീട്ടമൊക്കെ കിട്ടി. അത് വന്ന പാടെ ഞാൻ അവൻ തന്നെ കൊടുക്കാൻ നിന്നു. എൻ്റെയും ചിലവാകാൻ പറഞ്ഞിട്ടാണ്. നല്ല വെയിലൊക്കെ കൊണ്ടുവന്നതിന് ആൾ മൊത്തത്തിൽ ടയേർഡൊക്കെ ആയിരുന്നു. വാർപ്പായിരുന്നില്ലേ. വിഷു ആകാത്ത കാരണം ഇപ്പോൾ എനിക്ക് കൈനീട്ടം വേണ്ടെന്നാണ് അവൻ പറയണത്. വെച്ചോ, ഞാൻ അവർ തന്നതില്ല പറഞ്ഞതാണ്. നിർബന്ധമായി കൊടുത്താണ്. അവനെ കൈനീട്ടം കിട്ടുന്ന ദിവസം ഞാൻ അവൻ തന്നെ കൊടുക്കാം. അവന് എന്തെങ്കിലും ടോയ്സ് വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. അല്ലാതെ നിർബന്ധിച്ചപ്പോൾ അവൻ വീണ്ടും വാങ്ങി. എന്നിട്ട് അവരെ കൊണ്ടൊരു ഹാപ്പി വിഷു ഒക്കെ പറയാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു അഡ്വാൻസ് ആയിട്ട്.